എൻ്റെ പേര് മിഥുൻ. കൂവന്മല എന്ന സിനിമയുടെ നിർമ്മാതാവാണ്. യെസ്, അതെ, പ്രൊഡ്യൂസറാണ് സിനിമയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പുതിയൊരു ജേണിയിലേക്ക് ഞാൻ തുടക്കം ഇടുന്നത്. ഇതിനു മുന്നേ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ ഏതൊരു ഡ്രീമിലേക്ക് നമ്മൾ പോകുമ്പോഴും വലുതിലേക്കല്ല നമ്മൾ ആദ്യം പോവുക. നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെയാണ് നമ്മൾ മേലിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ദിവസം രാത്രി, ഞാനിവിടെ ഇല്ല ആക്ച്വലി, ഞാൻ UK-ലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഓരോ ഫീൽഡിലേക്ക് നമ്മളിങ്ങനെ കാല് വെക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് സിനിമ എന്ന ഫീൽഡിലേക്ക് ഇപ്പം തന്നെ കാല് വെച്ച് തുടങ്ങിക്കൂടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്നിട്ട് ഈ ഒരു കാര്യം എല്ലായിടത്തും പറഞ്ഞപ്പോൾ എല്ലാവരും നെഗറ്റീവ് അടിച്ചു. എല്ലാവരും പറഞ്ഞു, എന്തിനാടാ ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നത്, കുറേ പൈസ പോവില്ല കയ്യിൽ നിന്ന്, പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം ഒരു കോൺഫിഡൻസ് അല്ലേ, പൊട്ടൂല എന്നുള്ളതൊന്നും നമ്മൾ ആദ്യം തുടങ്ങണ മുന്നേ തന്നെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ പോസിറ്റീവും നെഗറ്റീവും വിചാരിക്കണം, ബട്ട് അതിൽ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ അവിടെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഫോണിലൂടെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തായ ഹരീഷ് നിലമ്പൂർ, ഞങ്ങൾ ഈ നിമിഷം, പിന്നെ അതുപോലെ തന്നെ RD, ജസ്റ്റ് നൗ, അങ്ങനെ കുറച്ച് ഫിലിംസിലൊക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹരീഷ് നിലമ്പൂരിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഹരീഷ്, ഞാൻ ഇങ്ങനെ സംഭവം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, നിനക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് നോർമൽ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓൾ ഇൻ വൺ ഒരു സാധനം വേണം എന്ന് പറഞ്ഞു. അതായത് ത്രില്ലർ മെയിനായിട്ട് വേണം, ലവ് വേണം, അങ്ങനെ എല്ലാ സാധനങ്ങളും ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഓൾ ഇൻ വൺ പാക്കേജ് ആയിട്ടുള്ള സാധനം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു, എനിക്ക് ഒരു സമയം ഞാൻ അടിപൊളി സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1.5 മാസം 2 മാസം കഴിഞ്ഞു. ഹരീഷ് റെസ്പോൺസ് ഒന്നും തരുന്നില്ല. പിന്നെ ഞാൻ അന്നത് വിട്ടു. ഞാൻ പിന്നെ വിചാരിച്ചു, പോട്ടെ, എനിക്ക് അതിൻ്റെ സമയമായിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ് 2-2.5 മാസം, 3ാമത്തെ മാസം തോന്നുന്നുണ്ട്, ഹരീഷ് വിളിച്ചു തന്നെ. ഹരീഷ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മിഥുൻ, ഇങ്ങനൊരു സാധനം ഉണ്ട്, ഒരു അടിപൊളി ഒരു സ്റ്റോറി ഉണ്ട്, നീ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഹരീഷ് എനിക്ക് അതിൻ്റെ സീക്വൻസ് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഹരീഷിൻ്റെ ഞാൻ പറഞ്ഞു, ഒന്നും നോക്കാനില്ലടാ, എന്നാ തുടങ്ങുന്ന ഈ പെട്ടെന്ന് പറ, നമുക്ക് സാധനം ചെയ്യാം. ഞാൻ അവിടെ ഇല്ലാണ്ട് പോയി, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ ചാൻസ് ഒക്കെ വേണമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഹരീഷിൻ്റെ അടുത്ത്. പക്ഷേ എനിക്കങ്ങനെ അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നാമ്പുറമായിട്ടുള്ള വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഷോർട്ട് ഫിലിംസിലായാലും ബിഗ് ബഡ്ജറ്റ് സിനിമകളിലായാലും പിന്നാമ്പുറമായിട്ട് ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ രീതിയിലാണ് എക്സിക്യൂട്ടീവൊക്കെ ആയിട്ട് സബ് എക്സിക്യൂട്ടീവൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ കടമകളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ പെട്ടെന്ന് പണി കഴിയുമെന്ന് നോക്കിയാൽ, പക്ഷേ ഇഷ്ടം പോലെ കടമകളുണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ അതെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് എനിക്ക് അടിപൊളി ടീമിനെ എനിക്കിവിടെ കിട്ടി. ഇപ്പോൾ എൻ്റെ കോ പ്രൊഡ്യൂസർ ആണെങ്കിലും ഹെക്കാണെങ്കിലും അവൻ ഇവിടെ ഇരുന്ന് എല്ലാ കാര്യം ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവും കോ എക്സിക്യൂട്ടീവും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തത് ഹരീഷും പിന്നെ അതുപോലെ ജിഷ്ണു, എൻ്റെ ബ്രദറാണ്, ഈ സിനിമയിൽ ഒരു മെയിൻ റോള് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ജിഷ്ണു ആണെങ്കിലും ഇവരൊക്കെ ആയിട്ട് നമ്മളുടെ എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാത്തിനും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇവരായിട്ട് വർക്ക് ചെയ്യാൻ നല്ലൊരു ഹാപ്പിനെസ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 കൊല്ലം കറക്റ്റ് ആവുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ നാട്ടിലോട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ. അതായത് കേരളത്തിലും ഇതിന് ഷൂട്ട് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലും ഇതിന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെർമിഷൻ എന്നൊരു സംഭവം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനം. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഊട്ടിയിലും എല്ലായിടത്തും നമ്മൾ ഷൂട്ടും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വർക്കാണ്. നമ്മളുടെ ഓൺ ചാനലായ വിർച്വൽ സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് നമ്മൾ ഈ സാധനം റിലീസ് ചെയ്യുന്നത്. ഇതിന് മുന്നോട്ടും ഇനി ഇഷ്ടംപോലെ വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് നമ്മളുടെ ഐബക്സ്, നമ്മുടെ ഷാഹുൽ ആൻഡ് ടീം, നമ്മളുടെ വീഡിയോ പ്രൊഡക്ഷൻ മൊത്തം അവരാണ്. എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് വരുന്നു, അവരെല്ലാം ഷൂട്ടും എല്ലാം ചെയ്യുന്നു. ഓൾ ഇൻ, അതായത് എത്ര ദിവസം ഷെഡ്യൂൾ ഉണ്ട് അവർ ടോട്ടൽ, അതിപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഫുൾ അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ടറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മളെ കോ പ്രൊഡ്യൂസർ പോയിട്ടുണ്ടായിരുന്നു, അവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ എനിക്ക് റിപ്പോർട്ട് തരുമായിരുന്നു കേട്ടോ, അവരുണ്ടായിരുന്നു, ഒരു അടിപൊളിയായിട്ടോ, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഐബക്സ്, ഷാഹുൽ ആൻഡ് ടീം, അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും
ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഞാൻ ഐബക്സിന് സ്റ്റുഡിയോയിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പറഞ്ഞു, എടാ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് അറ്റ് ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് എൻ്റെ വീഡിയോ ഇറക്കിയാൽ മതി കേട്ടോ, നമുക്ക് ആദ്യം വീഡിയോ ഇറക്കിയിട്ട് എത്രത്തോളം റെസ്പോൺസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന രീതിയിലാണ് നമ്മൾ അതിന് മുന്നേ ഉള്ള പ്രീ പ്രൊഡക്ഷനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണല്ലോ. പക്ഷേ ഇപ്പോഴാണല്ലോ ഇപ്പോൾ വീഡിയോസ് എന്ന രീതിയിൽ വീഡിയോ പോസ്റ്റേഴ്സ് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. മാക്സിമം കൂവന്മല വിജയിപ്പിച്ച് തരണം. വിജയിപ്പിച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നല്ല നല്ല പ്രൊജക്ട്സ് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.